Okay, now we'll discuss in the second semester T and AT General Biochemistry Unit 1 ആണ്. Questions നോക്കാം. Question number, which of the following is an epimer of glucose? Epimer എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് പോലത്തെ വേറൊരു മോളിക്യൂളാണ്, പക്ഷേ അതിനകത്ത് ഒരു കാർബൺ മോളിക്യൂളിൻ്റെ വ്യത്യാസം വരും, ഡിഫറൻസ് വരും. അപ്പോൾ അതിനാണ് എപ്പിമർ എന്ന് പറയുന്നത്. ഏകദേശം സെയിം ആയിരിക്കും, പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസമാണ്. അത് കാർബൺ നമ്പർ 4ലാണ് അതിനകത്തൊരു ചെറിയ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എ ആണ്, ഗാലക്ടോസ്. ഷുഗർ ഈസ് ഫൗണ്ട് ഇൻ RNA. RNA എന്ന് വെച്ചാൽ നമ്മൾ റൈബോക്സി ന്യൂക്ലിക് ആസിഡ് ആണ്. നമ്മുടെ DNA പോലെ വേറൊരു മോളിക്യൂളാണ് RNA എന്ന് പറയുന്നത്. നമ്മുടെ സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്തും സൈറ്റോപ്ലാസത്തിലും ഉള്ള ഒരു മോളിക്യൂളാണ്. പല ടൈപ്പ് RNA ഉണ്ട്. അപ്പോൾ RNAക്കകത്തുള്ള ഇത് ഷുഗർ എന്ന് പറയുന്നത് റൈബോസാണ്. DNAക്കകത്തുള്ളത് ഡിയോക്സ് റൈബോസാണ്. അപ്പോൾ ഷുഗറിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടിനും പേര് വന്നിരിക്കുന്നത്, റൈബോസും ഡിയോക്സ് റൈബോസും. അപ്പോൾ RNAയുടെ ആൻസർ ബി ആണ്, റൈബോസ്. Which enzyme converts glucose to glucose 6 phosphatase? Glucose in glucose 6 phosphatase അല്ലെങ്കിൽ ഗ്ലൂക്കോസിൽ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആഡ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഹെക്സോകൈനസ് ആണ്. ഇത് ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൻ്റെ ആൻസർ എ ആണ്, ഹെക്സോകൈനസ്. Which step in glycolysis is irreversible? Glycolysis എന്നൊരു റിയാക്ഷൻ നമ്മുടെ സെല്ലിനകത്ത് നടക്കുമ്പോൾ ആ റിയാക്ഷൻ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം ഉള്ള റിയാക്ഷനാണ്. അപ്പോൾ അതിൽ ഏതാണ് തിരിച്ച് പഴയതുപോലെ ആവാൻ പറ്റാത്ത റിയാക്ഷൻ എന്ന് ചോദിക്കുന്നത്? ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ ആൻസർ ഡി ആണ്. എല്ലാ റിയാക്ഷൻസും ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ ആൻസർ ഡി ആണ്. വിച്ച് കോഎൻസൈം ഇസ് യൂസ്ഡ് ഇൻ ഓക്സിഡേറ്റീവ് ഫോർവേഡ്? കോഎൻസൈം പറയുമ്പോൾ എൻസൈമിനെ സപ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂളാണ് കോഎൻസൈം എന്ന് പറയുന്നത്. എൻസൈമാണ് ഒരു കെമിക്കൽ റിയാക്ഷനെ സ്പീഡാക്കുന്നത്. എൻസൈമിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ പല മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ എൻസൈമിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് കോഎൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നുള്ള കെമിക്കൽ റിയാക്ഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കോഎൻസൈം NADH ഉം FADH ഉം ആണ്. അപ്പോൾ ആൻസർ രണ്ടും അതിൻ്റെ ഇലക്ട്രോൺസ് കൊടുത്തിട്ടാണ് റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആൻസർ എയും ബി ആണ്. അപ്പോൾ ഇതിൽ ബി ബോത്ത് ആണ്, സി ആണ് ആൻസർ. വിച്ച് കമ്പോണൻസ് ഇൻ ക്രെബ് സൈക്കിൾ? ക്രെബ് സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മളുടെ മൈറ്റോകോൺട്രിയക്കകത്ത്, സെല്ലിനകത്തുള്ള മൈറ്റോകോൺട്രിയക്കകത്ത് നടക്കുന്ന എനർജി ഉണ്ടാക്കുന്ന സൈക്കിൾ ആണ്. അപ്പോൾ ഗ്ലൂക്കോസിൽ നിന്ന് ആണ് സാധാരണ നമ്മൾ എനർജി ഉണ്ടാക്കുന്നത്. അപ്പം എനർജി ഉണ്ടാക്കുന്ന ക്രെബ് സൈക്കിളിൽ ആദ്യം എൻ്റർ ചെയ്യുന്ന മോളിക്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ബി ആണ്, അസിറ്റൈൽ കോഎൻസൈം എ ആണ്. അസിറ്റൈൽ കോഎൻസൈം ആണ് ഫസ്റ്റ് മോളിക്യൂൾ റിയാക്ഷൻ്റെ. വിച്ച് എൻസൈം കൺവേർട്സ് പൈറുവേറ്റ് ടു അസിറ്റൈൽ കോഎൻസൈം? പൈറുവേറ്റ് എന്നുള്ള മോളിക്യൂളിൽ നിന്നാണ് അസിറ്റൈൽ കോഎൻസൈം ഉണ്ടാകുന്നത്. അപ്പോൾ പൈറുവേറ്റിന് അസിറ്റൈൽ കോഎൻസൈം ഉണ്ടാകാൻ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേര് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. ആൻസർ എ ആണ്. വിച്ച് പ്രോസസ് പ്രൊഡ്യൂസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്? അമിനോ ആസിഡ് പറയുന്ന പ്രോട്ടീനാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം പ്രോട്ടീനിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കണമെങ്കിൽ പുതിയ മോളിക്യൂളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ ആൻസർ ബി ആണ്, ഗ്ലൂക്കോനിയോജെനിസിസ്. അപ്പോൾ പ്രോട്ടീനിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്നത് ഗ്ലൂക്കോനിയോജെനിസിസ്. വിച്ച് കാർബോഹൈഡ്രേറ്റ് cannot be digested by human? മനുഷ്യർക്ക് ഏതാണ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത? മനുഷ്യർക്ക് മരത്തിൽ നിന്ന് വരുന്ന, ചെടികളിൽ നിന്ന് ചില മോളിക്യൂൾസ് ഉണ്ട്, അത് മനുഷ്യന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ കട്ടിയുള്ള മോളിക്യൂളായിരിക്കും. അപ്പം മരത്തിൻ്റെ തോലോ അതുപോലത്തെ ഫൈബറുള്ള ചില പാർട്സ് ഉണ്ട്, അത് നമുക്ക് ദഹിക്കാൻ പറ്റത്തില്ല. അതിനകത്തുള്ളത് സെല്ലുലോസ് ആണ്. കാരണം നമുക്ക് ശരീരത്തിൽ സെല്ലുലോസിൻ്റെ എൻസൈം ഇല്ലാത്തതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻസർ സി ആണ്. വിച്ച് ഷുഗർ ഇസ് സ്വീറ്റസ്റ്റ്? ഏറ്റവും കൂടുതൽ മധുരമുള്ള ഷുഗർ ഏതാണ്? ആൻസർ ഫ്രൂക്ടോസ് ആണ്. നമ്മൾ ഫ്രൂട്ട്സിൽ കാണുന്ന ഷുഗറാണ് ഫ്രൂക്ടോസ്. ഏറ്റവും കൂടുതൽ മധുരമുള്ളത് ഫ്രൂക്ടോസ് ആണ്. ആൻസർ ബി ആണ്. വിച്ച് പ്രോട്ടീൻ ഈസ് ഫൈബ്രസ്? പ്രോട്ടീൻ പല ടൈപ്പ് ഉണ്ട്. ബോഡിക്കകത്ത് സ്ട്രക്ചറും ഫംഗ്ഷനും രണ്ട് ടൈപ്പ് പ്രോട്ടീനാണ്. അപ്പോൾ ചില പ്രോട്ടീൻസ് നമ്മൾ ബോഡിയുടെ സ്ട്രക്ചർ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും, ചില പ്രോട്ടീൻസ് നമ്മൾ ബോഡിക്കകത്ത് ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്, കൊലാജൻ. നമ്മുടെ സ്കിന്നിനകത്തൊക്കെയുള്ള നമ്മുടെ സ്കിന്നിന് കട്ടി കൊടുക്കുന്ന ഒരു പ്രോട്ടീനാണ് കൊലാജൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. വിച്ച് ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഇസ് അഫക്റ്റഡ് ഇൻ ഡീനാച്ചുറേഷൻ? നമ്മൾ പ്രോട്ടീൻ ചൂടാകുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ അതിൽ പ്രോട്ടീൻ്റെ ഏത് പാർട്ടാണ് നശിച്ചു പോകുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. അപ്പോൾ ആൻസർ ബിയും സിയും കംപ്ലീറ്റ് നശിച്ചു പോകും. പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ആയിരിക്കും, പക്ഷേ സെക്കൻഡറി ടെർഷ്യറി സ്ട്രക്ചർ നശിച്ചു പോകും. അപ്പം ആൻസർ ഡി ആണ്, ബോത്ത് ബി ആൻഡ് സി.
Which amino acid contains sulfur? Sulfur ഉള്ള amino acid ഏതാണ്? ആൻസർ മെഥിയോണിൻ ആണ്, ബി ആണ്. Which amino acid is simplest? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള amino acid ഏതാണ്? ആൻസർ എ ആണ്, ഗ്ലൈസിൻ. ഏറ്റവും ചെറിയ amino acid ഗ്ലൈസിൻ ആണ്. Which protein is found in hair? നമ്മുടെ മുടിക്കകത്തുള്ള പ്രോട്ടീൻ ഏതാണ്? ആൻസർ ബി ആണ്, കെരാറ്റിൻ ആണ്. Which enzyme digests protein in stomach? നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ, മുട്ടയോ പാലോ അതുപോലത്തെ സാധനം കഴിക്കുമ്പോൾ നമ്മൾ വയറ്റിനകത്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ആൻസർ ബി ആണ്, പെപ്സിൻ എന്ന പ്രോട്ടീനാണ് നമ്മൾ എൻസൈമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. Which enzyme digests protein in intestine? നമ്മൾ സ്റ്റമക്ക് കഴിഞ്ഞിട്ട് ഇൻറ്റസ്റ്റൈനിലേക്ക് പ്രോട്ടീൻ പോയി കഴിഞ്ഞാൽ അവിടെയും അതിനെ ഡൈജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വേറെ ഒരു എൻസൈം ഉണ്ട്, അതിൻ്റെ പേര് ട്രിപ്സിൻ എന്നാണ്. ആൻസർ ബി ആണ്. Which transport protein carries lipids? ഇപ്പം നമ്മൾ ബ്ലഡിനകത്ത് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിനെ കൊണ്ടുപോകുന്നത് ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ലിപ്പിഡും പ്രോട്ടീൻ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് പറയുന്നത് ലൈപ്പോ പ്രോട്ടീൻ എന്നാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ലൈപ്പോ പ്രോട്ടീൻ. വിച്ച് അമിനോ ആസിഡ് എസെൻഷ്യൽ? അമിനോ ആസിഡ് ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ട്. അതിനകത്ത് 3 കാറ്റഗറി ഉണ്ട്: എസെൻഷ്യൽ, സെമി എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമ്മൾ ആഹാരത്തിൽ കഴിച്ചേ മതിയാവുള്ളൂ. ബാക്കി സെമി എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ ആഹാരത്തിൽ കിട്ടും, അപ്പം കുറച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒട്ടും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു എസെൻഷ്യൽ ആണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ആൻസർ ബി ആണ്, ല്യൂസിൻ. നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ നമ്മൾ ആഹാരത്തിൽ നിർബന്ധമായിട്ട് വേണമെന്നില്ല. അപ്പോൾ ആൻസർ സി ആണ്, ഗ്ലൈസിൻ. ഇതിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്: എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, സെമി, അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എസെൻഷ്യൽ മീൻസ് നമ്മൾ ആഹാരത്തിൽ നിർബന്ധമായിട്ട് കഴിച്ചേ പറ്റി. സെമി എസെൻഷ്യൽ കുറച്ചൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. നോൺ എസെൻഷ്യൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ 3ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. വിച്ച് പ്രോസസ് റിമൂവ്സ് അമൈനോ ഗ്രൂപ്പ്? അമിനോ ഗ്രൂപ്പിനെ മാറ്റുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആൻസർ ബി ആണ്, ഡീഅമിനേഷൻ. അമിനോ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ NH2 അമിനോ ഗ്രൂപ്പ്, അമോണിയയുടെ ഗ്രൂപ്പാണത്, NH2. വിച്ച് നൈട്രോജനസ് വേസ്റ്റ് എക്സ്ട്രേക്റ്റഡ് ഇൻ യൂറിൻ? യൂറിനിൽ പോകുന്ന നൈട്രോജൻ ഉള്ള വേസ്റ്റ് ഏതാണ്? ആൻസർ ബി ആണ്, യൂറിനിലെ മെയിൻ വേസ്റ്റ് നൈട്രോജൻ തന്നെയാണ്. അപ്പോൾ ആൻസർ ബി ആണ്, യൂറിയ. വിച്ച് പ്രോട്ടീൻ ആക്ട്സ് ആസ് ആൻ ആൻറ്റിബോഡി? നമ്മുടെ ശരീരത്തിൽ ഏത് പ്രോട്ടീനാണ് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത്? അത് ഇമ്യൂണോഗ്ലോബിൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ മെയിൻ ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാകുന്നത് ഗ്ലോബുലിൻ എന്ന പ്രോട്ടീനാണ് ഉണ്ടാകുന്നത്. ആൻസർ ബി ആണ്. വിച്ച് ബോണ്ട് സ്റ്റേബിലൈസസ് പ്രോട്ടീൻ ഇൻ ടെർഷ്യറി സ്ട്രക്ചർ? പ്രോട്ടീനിന് 3 സ്ട്രക്ചർ ഉണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്നത് പ്രൈമറി, അത് പിന്നെ അത് മോഡിഫൈ ചെയ്ത് വരുന്നത് സെക്കൻഡറി, പിന്നെ ഒന്നുകൂടെ അത് ഫോൾഡ് ചെയ്തൊക്കെ വരുന്നത് ടെർഷ്യറി സ്ട്രക്ചറാണ്. അപ്പോൾ ഈ 3ാമത്തെ സ്റ്റേജിൽ അതിന് ആ ഷേപ്പ് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പലതരത്തിലുള്ള ബോണ്ടുണ്ട്: പെപ്റ്റൈഡ് ഉണ്ട്, ഹൈഡ്രോജൻ ഉണ്ട്, ഡൈസൾഫൈഡ് ബോണ്ടുണ്ട്. അപ്പം ഇതിനകത്ത് എല്ലാ ബോണ്ടുകളും ചേർന്നിട്ടാണ് ആ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, ഓൾ. വിച്ച് കാർബോഹൈഡ്രേറ്റ് ഈസ് ബ്ലഡ് ഷുഗർ? ബ്ലഡിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ഏതാണ്? അത് ഗ്ലൂക്കോസ് ആണ്. ആൻസർ ബി ആണ്. വിച്ച് എൻസൈം ബ്രേക്സ് ലാക്ടോസ്? ലാക്ടോസിനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈം ലാക്ടേസ് ആണ്. എൻസൈമിൻ്റെ എല്ലാ എൻസൈംസിൻ്റെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് ASC വെച്ച് അവസാനിക്കും. ASC വെച്ച് അവസാനിക്കണമെങ്കിൽ ലാക്ടേസ് ആണ്. അപ്പോൾ ലാക്ടോസിൻ്റെ എൻസൈം ലാക്ടേസ് ആണ്. ആൻസർ എ ആണ്. വിച്ച് ഡിസോർഡർ ഡ്യൂ ടു ലാക്ടോസ് ഇൻടോളറൻസ്? ലാക്ടോസ് ഇൻടോളറൻസ്, ലാക്ടോസ് സാധാരണ നമ്മൾ കാണുന്ന പാലിലാണ്. ചില ആൾക്കാർക്ക് പാല് കുടിച്ചാൽ ദഹിക്കത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അവരുടെ ശരീരത്തിൽ ലാക്ടേസ് എൻസൈം ഇല്ലാത്തതുകൊണ്ട് പാല് ദഹിക്കാതെ വയറ്റിൽ പുറത്ത് പോകും. അപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവും. അപ്പോൾ പാല് കുടിച്ച ഉടനെ അവർക്ക് വയറിളക്കം അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാവും. ആൻസർ എ ആണ്, ഡയറിയ. വിച്ച് കണ്ടീഷൻ ഈസ് ഹൈ ബ്ലഡ് ഷുഗർ കൂടിയ കണ്ടീഷന് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയും. ആൻസർ ബി ആണ്. വിച്ച് ഓർഗൻ റെഗുലേറ്റ്സ് ബ്ലഡ് ഫ്ലോ? ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്ന ഓർഗൻ ബേസിക്കലി ലിവർ ആണ്. ലിവർ, പാൻക്രിയാസ്, ഇൻസുലിൻ വഴിയൊക്കെയാണ് ബ്ലഡ് ഷുഗർ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്നത്. വിച്ച് എൻസൈം കൺവേർട്സ് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്?
ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുമ്പോൾ വലിയ മോളിക്കുലായിട്ട് സ്റ്റോർ ചെയ്യും, പിന്നെ അതിന് ബ്രേക്ക് ചെയ്താണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. വലിയ മോളിക്കിന് ഗ്ലൈക്കോജൻ എന്നും പറയും, ചെറിയ മോളിക്കിന് ഗ്ലൂക്കോസ് എന്ന് പറയും. അപ്പം ഇതിൽ ഏത് എൻസൈമാണ് ഗ്ലൈക്കോജൻ ബ്രേക്ക് പൊട്ടിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് ചോദ്യം. അപ്പോൾ ആൻസർ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആൻഡ് ബി ആണ്. വിച്ച് പാത്വേ ഈസ് കോമൺ ഫോർ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ മെറ്റാബോളിസം? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും രണ്ടും ഒന്നിച്ച് യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണ്? അപ്പോൾ ആൻസർ എ ആണ്, ടി സി എന്ന് പറയും. കോമൺ ഫൈനൽ പാത്ത് ടി സി സൈക്കിളാണ്, രണ്ടിനും കോമൺ ആയിട്ടുള്ള സൈക്കിൾ. ആൻസർ എ ആണ്. വിച്ച് അമിനോ ആസിഡ് ഫോംസ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന അമിനോ ആസിഡ് ഏതാണ്? അപ്പോൾ ആൻസർ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ് ആണ്. ആൻസർ എ ആണ്. വിച്ച് അമിനോ ആസിഡ് ഫോംസ് കീറ്റോൺ ബോഡീസ്? ഇത് കീറ്റോജനിക് അമിനോ ആസിഡ് ആണ്, അതിൻ്റെ കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നു. അപ്പോൾ ആൻസർ ബി ആണ്, കീറ്റോജനിക് അമിനോ ആസിഡ്. വിച്ച് ഷുഗർ ഈസ് പ്രസന്റ് ഇൻ മിൽക്ക്? പാലിലുള്ള ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ആൻസർ ബി ആണ്, ലാക്ടോസ്. വിച്ച് എൻസൈം ഡെഫിഷ്യൻസി കോസസ് ഗലക്ടോസീമിയ? ഗലക്ടോസീമിയ ഉണ്ടാവുന്ന ഏത് ശരീരത്തിൽ ഏത് എൻസൈം ഇല്ലാത്തപ്പോഴാണ് ഗലക്ടോസീമിയ എന്നുള്ള അസുഖം ഉണ്ടാവുന്നത്? ആൻസർ ഗലക്ടോകൈനേസ് ആണ്. ആൻസർ എ ആണ്. വിച്ച് പ്രോസസ് സ്റ്റോഴ്സ് ഗ്ലൂക്കോസ് ആസ് ഗ്ലൈക്കോജൻ? ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ ഉണ്ടാകുന്നത് ചെറിയ മോളിക്യൂളിന് വലിയ മോളിക്യൂൾ ഉണ്ടാവുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടാകും, പക്ഷേ സ്റ്റോർ ചെയ്യുമ്പോൾ അത് വലിയൊരു മോളിക്യൂളായിട്ട് സ്റ്റോർ ചെയ്യുന്നു. വലിയ മോളിക്യൂളാണ് ഗ്ലൈക്കോജൻ. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഗ്ലൈക്കോജെനിസിസ് ആണ്. ഗ്ലൈക്കോജൻ ഉണ്ടാകുന്ന റിയാക്ഷന് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറയുന്നത്. വിച്ച് എൻസൈം റെഗുലേറ്റ്സ് ഗ്ലൈക്കോലൈസിസ്? ഗ്ലൈക്കോലൈസിസിനെ കൺട്രോൾ ചെയ്യുന്ന എൻസൈം ഏതാണ്? അതിനകത്ത് ഒരുപാട് എൻസൈംസ് ഉണ്ട്, ഈ പറയുന്ന മൂന്നും അതിനകത്ത് വരും. ആൻസർ എ ബി സി ആണ്. ഇതിനകത്ത് ആൻസർ ഡി ആണ്. ഓക്കെ. വിച്ച് അമിനോ ആസിഡ് ഇസ് ബേസിക്? പി എച്ച് കൂടിയ അമിനോ ആസിഡ് ഏതാണ്? നോർമൽ പി എച്ച് എന്ന് 7 ആണ്. പി എച്ചിന് 7 കൂടിയ ബേസിക്കും 7 താഴെ വന്ന ആസിഡിക്കും ആണ്. അപ്പോൾ ഇതിൽ ഏത് അമിനോ ആസിഡാണ് 7 മേളിൽ പി എച്ച് ഉള്ളതെന്ന് ചോദിക്കുന്നത്? ആൻസർ ഡി ആണ്, ലൈസിൻ. വിച്ച് അമിനോ ആസിഡ് ഇസ് ആസിഡിക്? പി എച്ച് താഴേക്ക് വരുന്ന അമിനോ ആസിഡ് ഏതാണ്? ആൻസർ എ ആണ്, അസ്പാർട്ടേറ്റ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡ് ആണ്. വിച്ച് പ്രോട്ടീൻ ഇസ് എൻസൈം? എൻസൈം നമുക്കറിയാമല്ലോ, അവസാനത്തെ 3 അക്ഷരം ASE വെച്ച് അവസാനിക്കുന്നതാണ് എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ അമൈലേസ് ആണ്. ഷുഗർ ഫോംസ് DNA? DNA ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സിറൈബോസ് ആണ്. RNA ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്, ഡിയോക്സിറൈബോസ്. വിച്ച് ഡിസോർഡർ ഡ്യൂ ടു ഇൻസുലിൻ ഡെഫിഷ്യൻസി? ഇൻസുലിൻ കുറഞ്ഞാൽ എന്ത് അസുഖം വരും? ആൻസർ എ ആണ്, ഡയബറ്റീസ് മെലൈറ്റിസ്. വിച്ച് പാത്വേ പ്രൊഡ്യൂസസ് NADPH? NADPH ഉണ്ടാക്കുന്ന ഏത് റിയാക്ഷനാണ് NADPH? ആൻസർ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ അല്ലെങ്കിൽ HMP ഷണ്ടാണ്. ആൻസർ ബി ആണ്. രണ്ട് ഒരേ പേരാണ്, എക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ടും അല്ലെങ്കിൽ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ, ഇത് രണ്ടും ഒരേ റിയാക്ഷനാണ്. ആൻസർ ബി ആണ്. ഇത് പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയുടെ റിയാക്ഷൻ്റെ ഡയഗ്രാം ഇട്ടിട്ടുണ്ട്, ഇത് നോക്കി ജസ്റ്റ് ഒന്ന് കാണപ്പടം പഠിക്കേണ്ടി വരും. ഓക്കെ. അതിൽ NADPH ഉണ്ടാകുന്നത് നമുക്ക് കാണാം. വിച്ച് പ്രോട്ടീൻ ഇസ് കോൺട്രാക്ടൈൽ? ഈ മസിലിനകത്തുള്ള പ്രോട്ടീൻ ഏതാണ് ചോദിക്കുന്നത്? മസിലിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്, അതിനകത്ത് മെയിനായിട്ട് ആക്റ്റിനും മയോസിനാണ്. ഇതിനകത്ത് ആക്റ്റിനാണ് ഇതിനകത്ത് ആൻസർ എ ആണ്. വിച്ച് അമിനോ ആസിഡ് ഹാസ് അരോമാറ്റിക് റിംഗ്? അരോമാറ്റിക് റിംഗ് എന്ന് വെച്ചാൽ നല്ല മണം ഉണ്ടാകുന്ന ഒരു മോളിക്യൂളാണ് അരോമാറ്റിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ചില അമിനോ ആസിഡ്സ് നല്ല മണം ഉണ്ടാകും, അതിനകത്ത് മിക്കവാറും ബെൻസീൻ പോലത്തെ റിങ്സ് ഉണ്ടാകുന്ന സ്ട്രക്ചറുള്ള അമിനോ ആസിഡാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആൻസർ 3 തരത്തിലുള്ള അമിനോ ആസിഡ് ഈ മണമുള്ളതുകൊണ്ട്, ഫിനാലൈലിൻ, ടൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇത് 3 സ്മെല്ലുള്ള അമിനോ ആസിഡാണ്. അപ്പോൾ ഇതിനകത്തുള്ള ആൻസർ ഫിനാലൈലിൻ എ ആണ്. കാർബോഹൈഡ്രേറ്റ് സ്റ്റോറേജ് ഇൻ ഫംഗസ്? ഫംഗസിനകത്ത് ഉള്ള സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ആൻസർ എ ആണ്, ഗ്ലൈക്കോജൻ ആണ്. വിച്ച് എൻസൈം ഡെഫിഷ്യൻസി കോസസ് ഫിനൈൽ കീറ്റോന്യൂറിയ? ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡറാണ്. അതിൽ ചില എൻസൈം ശരീരത്തിൽ ഇല്ലാത്ത വരുമ്പോൾ ഉള്ള അസുഖമാണ്.
അപ്പം ഇതിൽ ആൻസർ എ ആണ്. ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം. ആ എൻസൈം ഇല്ലാത്ത സമയത്താണ് ESO ഉണ്ടാവുന്നത്. വിച്ച് പ്രോട്ടീൻ മെയിൻറ്റെയിൻസ് ഓസ്മോട്ടിക് പ്രഷർ. ബ്ലഡിനകത്തുള്ള ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡിനകത്ത് വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുള്ള പ്രോട്ടീൻ ഏതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ ആൽബുമിൻ ആണ്. വിച്ച് ഇസ് എ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ. കോൺജുഗേറ്റഡ് പ്രോട്ടീൻ വെച്ചാൽ പ്രോട്ടീൻ്റെ കൂടെ വേറെ പ്രോട്ടീൻ ഇല്ലാത്ത പാർട്ട് കൂടെ ചേരുമ്പോഴാണ് കോൺജുഗേറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്ലൈക്കോപ്രോട്ടീൻ, ഗ്ലൂക്കോസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയും. ആൻസർ എ ആണ്, ഗ്ലൈക്കോപ്രോട്ടീൻ. വിച്ച് ഷുഗർ ഇസ് എ കമ്പൗണ്ട് ഓഫ് ATP. ATP എന്ന് പറയുമ്പോൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, നമ്മൾ എനർജി മോളിക്യൂളാണ്. അപ്പം ഏത് ഷുഗറിൻ്റെ ആണ് ATP കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ റൈബോസ് ആണ്. അപ്പം അതിനകത്ത് ATPയുടെ ഒരു കമ്പോണൻ്റ് ഉണ്ടെന്നുള്ളതാണ്. ആൻസർ എ ആണ്. എസ് എ ക്വസ്റ്റ്യൻസ് ഇത്രയുണ്ട്. ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് എൻ്റെ നോട്ട്സ് ഉണ്ടാക്കുക, എന്നിട്ടത് പഠിക്കുക. പിന്നെ ഞാൻ 2 സൈക്കിളിൻ്റെ ഇമേജസ് ഇവിടെ തന്നിട്ടുണ്ട്, ഗ്ലൈക്കോളിസിസും ക്രെബ്സ്. ഇതാണ് ഗ്ലൈക്കോളിസിസ്. ഇതൊന്ന് കാണാൻ പഠിക്കേണ്ടി വരും, കാരണം അല്ലാതെ വേറെ വഴിയില്ല. മാക്സിമം റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് ഗ്ലൈക്കോളിസിസ് പാത്വേ. ഗ്ലൂക്കോസിൻ എനർജി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് ലാസ്റ്റ് മോളിക്യൂൾ പൈറുവേറ്റ് ആണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു മെയിൻ സൈക്കിൾ, നമ്മൾ ബോഡിക്കകത്ത് എനർജി ഉണ്ടാക്കുന്ന മെയിൻ സൈക്കിളാണ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന സൈക്കിളാണ്. ഇതിനകത്ത് ATP ഉണ്ടാവുന്ന റിയാക്ഷൻ, ATP ഉണ്ടാവുന്ന എനർജി ഉണ്ടാവുന്ന റിയാക്ഷനാണിത്. അപ്പോൾ ഇത് നമ്മളൊന്ന് റിവൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നോക്കി പലതവണ വീഡിയോസ് കാണുമ്പോൾ അത് മെമ്മറൈസ് ആവും. എക്സാമിന് മുമ്പ് ഇത് തന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ മിക്ക ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നായിരിക്കും വരുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.